ഹലോ ഹലോ. രാവിലേക്ക് ക്ലാസ്സിന് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പോലെയാണ് ഇവിടെ സൂര്യൻ വരണോ വേണ്ടയോ എന്ന് രാവിലെ ചിന്തിക്കുന്നത്. ഒരു 11 മണി വരെ മൂപ്പരുടെ ഒരു വെട്ടവും വെളിച്ചം കാണത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ വെയിലാണ്. പിന്നെ ആ വെയിലും കഴിഞ്ഞ് ഒരുമാതിരി കോളേജിൽ ലേറ്റായിട്ട് വന്നിട്ട് നേരത്തെ വീട്ടിൽ പോകുന്ന ചില ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അവരെ പോലെ പുള്ളി ഒരു 3, 3:30, 4 മണിയാകുമ്പോൾ പുള്ളി സ്ഥലം വിടുകയും ചെയ്യും. വല്ലാത്ത ചതി. നിങ്ങളെ കമോൺ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് മോർണിംഗ് റൂട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, യോഗയൊക്കെ ചെയ്യാം. അപ്പോഴേക്കും വീഡിയോ എടുക്കാനുള്ള മൂടങ്ങ് പോയി. ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു ജീവിത രീതിയാണ്. അതുകൊണ്ട് മൂടെപ്പോഴെ പോവുക വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലിപ്പായി പോകും. സോ ഫ്ലിപ്പായപ്പോൾ ഫോൺ മാറ്റി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്ന് കുറച്ച് നേരം വായിച്ചു. ഇനി പോലും ഞാൻ വായിച്ചതിൽ നല്ലൊരു ബുക്കാണ്. ഞാനതൊരു 2ാമത്തെ പ്രാവശ്യം ഇപ്പോൾ വായിക്കുന്നത്. നല്ല പുസ്തകങ്ങൾ 2 പ്രാവശ്യം വായിക്കുക എന്നുള്ളത് പണ്ടേ എൻ്റെ ഒരു പോളിസിയാണ്. സോ ഈ ബുക്ക് ഗുഡ് വൈബ്സ് ആൻഡ് ഗുഡ് ലൈഫ്, ബെക്സ് കിങ്ങിൻ്റെ ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബുള്ളൊരു ബുക്കാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, നമുക്കൊന്ന് മെനയാകാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പറയാൻ. പിന്നെ സ്നെയിൽ മ്യൂസിൻ ആ സാധനമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണവും ദോഷമൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, എല്ലാവരും കാണിക്കുന്നത് കാണുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ച് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്ന നല്ല സ്വൽസ്വഭാവിയായ മലയാളി പെൺകുട്ടി അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിക്കാറില്ല. ഞാൻ പോണ്ട സ്ഥലമൊക്കെ പോയി തിരിഞ്ഞ് എല്ലാ മണ്ണും പൊടിയും പിടിച്ചതിന് ശേഷം വൈകുന്നേരം വന്നാണ് കുളിക്കുന്നത്. രാവിലെ എന്തൊക്കെ ചെയ്താലും ഒരു സുഖമില്ലല്ലോ എന്നുള്ളിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ തോന്നലിൻ്റെ ഉത്തരം എൻ്റെ പറകിലുണ്ട് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ടും അത് ചെയ്യാൻ മടിയിട്ടാണ് നിൽക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നമ്മുടെ രാവിലെ നീക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ബാഡ് ഫീൽ ഉണ്ടല്ലോ, ഒരു ബാഡ് വൈബ്, അത് മിക്കപ്പോഴും നമുക്ക് നീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് മേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സെറ്റ് ആവാറുണ്ട്. കപ്പിൾ ഡേയ്സ് ഒരു ബിബിയാണ് മടക്കി വയ്ക്കാറ്. സോ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ പൊങ്ങാത്ത ബ്ലാങ്കറ്റ്സ് എവിടെയുള്ളത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സുലഭമായിട്ട് ഇത് ഉപയോഗിക്കില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പാലക്കാട്ടുകാരിയാണ്. ഒട്ടുക്കത്ത ചൂടായതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. മുഖം പോലും കാണിക്കാൻ സ്ത്രീകളില്ലാത്ത ഈ നാട്ടിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് പോകുന്ന എന്തിനാണെന്നറിയോ? അവരെ കസൂയി പിടിപ്പിക്കാൻ. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നും. ജസ്റ്റ് കിഡിങ്. നൈസ് പീപ്പിൾ ആർ ദേർ അറൗണ്ട്. ആക്ച്വലി ലൈറ്റ് ഇടാതെ ഇങ്ങനെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഇരുട്ടത്ത് നിന്നതാണെന്നതുപോലെ ഓർമ്മയില്ലാണ്ടാണ് നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ബൈ ദ വേ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടപ്പോൾ കണ്ണാടി നല്ല വൃത്തികേടാണെന്ന് മനസ്സിലായി തുടക്കാൻ ടൈമായി. ഒരു എക്സാം പ്രിപ്പറേഷനൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്നേ പിന്നെ മിക്ക ദിവസം ലൈബ്രറി പോയിരുന്ന് കുറച്ച് നേരം വായിക്കുകയൊക്കെ ചെയ്യും. ആൻഡ് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നത് ഇവിടെ എന്ത് പറ്റിയാലും ഗഫൂർ കദൂസ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ കെട്ടിയും പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പരാക്രമമാണ്. ഇങ്ങനെ ഫോണിങ്ങനെ അടുത്തുനിന്ന് ഒരു സ്ഥാനത്ത് നിന്ന് ദൂരേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഏരിയ നല്ല ഭംഗിയിൽ കാണുന്ന ടൈപ്പ് വീഡിയോസ് ആൾക്കാർ എടുക്കുന്നുണ്ടല്ലോ, അതൊന്നും എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഞാൻ സ്ഥിരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും സക്സസ് ആവുമായിരിക്കും. എൻ്റെ പൊന്നു മക്കളെ കാണുന്നുണ്ടല്ലോ, ഒരു ലൈബ്രറിയിൽ ഒരു റൂമാണ്. ഇതുപോലെ ഒരു 3 നിലയുള്ള കെട്ടിടമാണത്. കണ്ടു കഴിഞ്ഞ ഒരു മാള് ലുക്ക എന്നാ ഗ്ലാമറാന്ന് അറിയുമോ? അതിൻ്റെ ഹൈലൈറ്റ് എന്താ അറിയുമോ? വരണ വഴിക്കുന്ന താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കഫറ്റീരിയ ഉണ്ട്. നല്ല നമ്മൾ ആ മെഷീനുണ്ടല്ലോ, നമ്മൾ പൈസയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ലേസ് വരും, കുർക്കുറെ വരും, പെപ്സി വരും, കൊക്കോക്കോള വരും, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. ആ സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആൾക്കാർ മേലെ കയറി വന്ന് പുസ്തകം വായിക്കാമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടുത്തെ ബാത്റൂം കാണാൻ വളരെ രസകരമാണ്. ഈ ബാത്റൂമിൽ നല്ല ഭംഗിയുള്ള ബാത്റൂം കണ്ണാടിയും കണ്ട ഇതുപോലെ വെകർ പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ കുറച്ച് റെസ്ലെസ്സും, കുറച്ച് ADHD സ്വഭാവം, കുറച്ച് ഫിഡ്ജിറ്റിയും, പിന്നെ കുറച്ച് വക്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീസൻ്റാണ്. വെറുതെ ഇരിക്കുമ്പോൾ വിറച്ചിരിക്കുക എന്ന് പറയും എൻ്റെ അമ്മ. എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുമ്പോഴാണ് സ്വതവേ വെറുതെ ഇരുന്ന് നശിപ്പിക്കുമ്പോഴാണ് അങ്ങനെ പറയാറ്. നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റായി തുടങ്ങി, നല്ല രസമുണ്ടായിരുന്നു. സൂര്യകിരണങ്ങളൊക്കെ വന്ന് സൺ കിസ്ഡ് എന്ന് പറയുന്ന അവസ്ഥയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പോകുന്നത് മിക്ക ദിവസവും ഇതുപോലെ ഭംഗി നോക്കി വീഡിയോ എടുത്ത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പരിസരവാസികളെല്ലാം ഉപദ്രവിക്കുകയും, തിന്നുന്ന സാധനങ്ങളുടെ കവർ തുറക്കുമ്പോൾ ശബ്ദങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടിക്കുകയും, മറ്റുള്ളവരെ ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ വീഡിയോ എടുത്ത് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു ആയിരിക്കുന്നതാണ് എൻ്റെ ഏരിയ. അത്രയും വൃത്തികേടായിട്ടുള്ള വേറെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ നോക്കൂ? ഇല്ലല്ലോ. അതാണ് എൻ്റെ പ്രത്യേകത. നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങാനുള്ള എല്ലാ വകുപ്പും അവരോട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫയും നല്ല കുഷ്യനും ഒക്കെ ഉണ്ട്. പക്ഷെ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നതാണ് ടാസ്ക്. അങ്ങനെ എൻ്റെ റൂംമേറ്റ്, ലൈഫ് മേറ്റ്, സോൾമേറ്റ് വന്നിരിക്കുകയാണ്. 4-5 കിലോ ഭാരം വരുന്നൊരു ബാഗ്, അതായത് പഠിക്കാനുള്ള പുസ്തകങ്ങൾ മുഴുവൻ കുത്തി നിറച്ച് അങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് ഒരു അരമണിക്കൂർ നടന്ന് ഇങ്ങോട്ട് എത്തിയപ്പം ഒരു ഗുരുവില്ലായിരുന്നു എനിക്കതെടുത്തുകൊണ്ട് ഇത്രയും ദൂരം നടന്നുകൊണ്ട് വരാനായിട്ട്. ഈ മനുഷ്യനെ ഒരു മീറ്റർ അകലത്തിൽ എവിടെയെങ്കിലും ഞാൻ കണ്ടെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് ഞാൻ തന്നെ നടക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നും. എന്നെയും കൂടെ അങ്ങോട്ട് എടുത്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലാണ്. വീഡിയോ എടുക്കണമെന്ന് കണ്ടിട്ട് മാത്രം ഡീസൻ്റായിട്ട് മുന്നിൽ നടക്കുന്നതൊക്കെ അയ്യോ എന്ത് നിഷ്കളങ്കമായി ചിരിച്ചാണ് കിടക്കണമെന്നറിയില്ല. ഇങ്ങനെയൊന്നല്ല, നാട് മൊത്തം ന്യൂസൻസ് ഉണ്ടാക്കിയിട്ടാണ് രണ്ടാളും പോവാറ്. സ്നേഹത്തോടെ പിടിക്കുന്നുണ്ടപ്പോൾ ചോദിച്ചു, കൈ പിടിക്കാൻ വന്നതെന്ന് വെള്ളം ചോദിച്ചെന്ന് മാറി. രണ്ടുപേരും നല്ലോണം വിശന്നിട്ട് നടക്കുന്ന കാരണം ഞങ്ങൾ ഈ വേളകളിൽ ഒരുപാട് സംസാരിക്കാറില്ല. ഒരുപാട് സംസാരിച്ചിട്ടുണ്ടല്ലോ, അടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പാട്ടുമേള. മറ്റേ സാധനമില്ലേ എടാ, മറ്റേ സാധനടാ, മറ്റത് എത്താത്ത കൊണ്ടും കിളിനാദം കേട്ടു പാടേണം മോഹങ്ങളില്ല എന്തോ തിരും മുമ്പ് നേരേണം ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നോവും വേണ്ട, അരികത്തായെന്നും പാട്ട് പഠിച്ചില്ലേ? ഞാൻ എന്നെ കൊണ്ട് തോറ്റു.
കുറച്ച് ആവശ്യങ്ങളായിട്ട് എടുത്തൊരു ഫാർമസി വന്നതാണ്. ഈ നാട്ടിൽ ജനറലി നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വളരെ കുറവാണ്. കാരണം വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്ക് ഈ നാട്ടിൽ കുറച്ച് കുറവാണ്. അതോടൊപ്പം തന്നെ സ്റ്റഡീസൊന്നും അങ്ങനെ സ്ത്രീകൾക്ക് അത്ര പ്രിഫർ ചെയ്യുന്നില്ല ഈ സിറ്റി. അപ്പം എനിക്ക് തോന്നി ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ രാജാവിനെ അറിയിച്ചാൽ കൊള്ളാമെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ അനുപാതം വളരെ കുറവാണ്. ഇവിടുത്തെ ആണുങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീ ആയിട്ട് പോലും എനിക്ക് ബേസിക്കലി സ്ത്രീകളെ വായി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരൊക്കെയുണ്ട് ഇവിടെ സ്ത്രീകളെ, ഒരു സ്ത്രീയെ വായി നോക്കുന്നവർ, സ്ത്രീകളെ സൗന്ദര്യം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫീമെയിൽ ബ്യൂട്ടി കാണാൻ ഇഷ്ടമുള്ള കാരണം എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് പട്ടിണിയാണ്, സ്ത്രീകളെ അങ്ങനെ കാണാറില്ല. അപ്പോൾ ആ ഒരു അനുപാതം അങ്ങോട്ട് ബാലൻസ് ചെയ്യുന്നത് ഒരു എസ്തെറ്റിക് സെൻസിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടുത്തെ രാജാവിനെ അറിയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടുത്തെ ഫാർമസിയാണിത്. ആൻഡ് ഇതുപോലത്തെ ഫാർമസികൾ ഇപ്പോൾ നാട്ടിലുണ്ടെന്നാണ് എൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് കൈൻഡ് ഓഫ് ഫാർമസി. നമുക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ എടുക്കാം. ബട്ട് ഭീകര വിലയാട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് മൾട്ടിവിറ്റമിൻസും മിനറൽസ് ഇതിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവർ. ബട്ട് ഭയങ്കര വിലയാണ്. അതിനിടയിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഹോമിയോപ്പതിക്കാർ കമോൺ ഹിയർ, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ക്യാൻ യു ഹിയർ മീ വൺസ്. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പല ഡ്രഗ്സിൽ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബേസിക്കലി ഈ നാട്ടിൽ സൗദി അറേബ്യയിൽ നമുക്ക് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ബിക്കോസ് ഓഫ് ആൽക്കഹോളിക് പ്രിസർവേഷൻ. സോ ഇവിടെ കണ്ടൊരു ഡ്രഗാണ് ഹൈപ്പറിക്കം പെർഫറേറ്റം. ഇത് നമ്മൾ ഹോമിയോപ്പതി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഇവിടെ ഇത് ന്യൂറോസോം എന്ന് പറയുന്ന ജെമിസൺ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ മൈൽഡ് ഡിപ്രഷനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ആക്ച്വലി പൊട്ടൻസി വേർഷനാണ് ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് കാണുമ്പോൾ തോന്നുന്ന സന്തോഷം ഹോമിയോപ്പതി ക്യാൻ റിലേറ്റ് ഐ തിങ്ക്.